ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബനാന ഹൽവയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ആക്കി തരുന്നത്. ഇത് കാണാനും നല്ല ഭംഗിയുള്ളൊരു റെസിപ്പിയാണ്, അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഇതിനുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല സോഫ്റ്റാണ്, വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറാണ് ഇതിനുള്ളത്. അതുമാത്രമല്ല കേട്ടോ, ഇതിൽ നല്ല ഹെൽത്തി ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ തോലൊക്കെ മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കട്ടാക്കി എടുക്കാം. ഇത് മിക്സിയിലിട്ടിട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു മീഡിയം സൈസിൽ കട്ടാക്കി എടുത്താൽ മതിയാകും. നമ്മളുടെ നേന്ത്രപ്പഴം നന്നാക്കിയിട്ട് കട്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറിലേക്ക് നമ്മുടെ ഈ നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പശുവിൻ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് ചെറു ചൂടോടുകൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞു കിട്ടും. അതിനുശേഷം വനില എസൻസ് ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് ജാഗറി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് തരിയില്ലാണ്ട് കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു ജാഗറി സിറപ്പ് തയ്യാറാക്കി വയ്ക്കാം. ഇനി നമ്മളുടെ അടിച്ച് വെച്ച നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് ഒരു കടായിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂട് കട്ടിയുള്ള ഒരു കടായിലേക്ക് വേണം ചേർത്ത് കൊടുക്കാൻ. അതിലേക്ക് നമുക്ക് ഇനി ജാഗറി സിറപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചെറു ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ്, ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള 4 to 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കേട്ടോ വെളിച്ചെണ്ണ. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 to 5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ക്രഷ്ഡ് ബദാമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി മിക്സ് നന്നായിട്ടൊന്ന് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷമാണ് അടുപ്പിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കേണ്ടത്. ഇനി നമ്മളുടെ ഈ മിക്സ് അടുപ്പിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്കാക്കിയെടുക്കണം. പതുക്കെ ഇതുപോലെ ഒരു തവി ഉപയോഗിച്ചിട്ട് കൈവിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. ഇത് നമ്മൾ കൈവിട്ടിട്ടാണ് ഇളക്കുന്നതെന്നുണ്ടെങ്കിൽ അടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിപ്പോൾ ഇളക്കിയിട്ട് ഒരു ഏകദേശം ഒരു ഹൽവയുടെ ടെക്സ്ചറായി വരണം. ഇടയ്ക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. 2 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇതിപ്പോൾ നമ്മുടെ നെയ്യെല്ലാം ഒന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങിയതിന് ശേഷം അത് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഹൽവ സെറ്റ് ചെയ്യാനുള്ളൊരു ബൗളാണ് എടുക്കേണ്ടത്. ഇതിൽ നന്നായിട്ട് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്രഷ്ഡ് ബദാമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആറിയ നമ്മുടെ ഹൽവയുടെ മിക്സ്, ചൂടാറിയ നമ്മളുടെ ഹൽവയുടെ മിക്സ് കുറച്ചായിട്ട് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഹൽവയുടെ മിക്സ് മുഴുവനായിട്ടും ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ക്രഷ്ഡ് ബദാം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇത് ചൂടാറാനായിട്ട് 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഡിമോൾഡ് എടുക്കുമ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ബനാന ഹൽവയുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുറിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. താങ്ക്